PMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ വി ജോയ് സംസാരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും ദിലീപ് കുമാർ, ഇപ്പോൾ DCPയുമായി വി ജോയ് MLA സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത് അതാണ്. ഏതായാലും അക്കാര്യത്തിൽ ഈ പറയുന്ന അല്ലല്ല, പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആരാണ് തെറ്റ് കാണിച്ചതെന്നുള്ളത് നോക്കട്ടെ. അല്ല, ഇപ്പൊ അവര് പറയുന്നതനുസരിച്ച് നമുക്ക് ആളെ വിട്ടുകൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അല്ല ഞങ്ങൾ അല്ല അത്തരം ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറ്റിപ്പോയതെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് നോക്കാം എന്തുകൊണ്ട്. അല്ല, അത് ചില സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ട്, അതിന്റെ വികാരപരമായി ചില വിഷയങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കുകയാണ്. പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. ഒരാളെയും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കുകയാണല്ലോ. എന്തിനാണ് ആവശ്യമില്ല? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാവിലെ ഇത്ര ആവശ്യമാണ്? ചോദ്യമല്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിക്കുകയായിരുന്നു. അതായത് MLA ആയിട്ടുള്ള വി ജോയ്, എല്ലാ അക്രമം ഉണ്ടായപ്പോഴും നേതാക്കന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അല്ല നോക്കാം, ഞങ്ങളിപ്പോ നോക്കട്ടെ, ഞങ്ങൾ നോക്കാം. ദിലീപ് കുമാർ, വി ജോയിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഓഫീസിനകത്ത് കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് അത്തരത്തിൽ അക്രമ സംഭവത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തിരിച്ചറിയാം, അത് പരിശോധിക്കട്ടെ എന്നുള്ള മറുപടിയാണ് തിരുവനന്തപുരം CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും അതേപോലെ വർക്കല MLAയുമായിട്ടുള്ള വി ജോയ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ സ്വാഭാവികമായും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്നുള്ള കാര്യം പരിശോധിക്കും. അത് പരിശോധിച്ച ശേഷം അതിന്റെ തുടർ നീക്കമെന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ വി ജോയ് MLA പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വലിയ സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ ED ഉദ്യോഗസ്ഥർ മടങ്ങുന്നു, ആ സമയത്ത് അവരുടെ വാഹനം ആക്രമിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് അതിന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ആ ഒരു പ്രശ്നങ്ങളും സംഘർഷവും ഒക്കെ കുറച്ചൊന്ന് അയഞ്ഞതോടുകൂടി പ്രവർത്തകർ മടങ്ങുന്നതിനിടെയാണ് ഈ ബേക്കറി ജംഗ്ഷനെ റിസർവ് ബാങ്കിന്റെ പിൻവശത്ത് വെച്ച് ഈ രണ്ട് DYFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നവരെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അതിനെതിരെയാണ് പിന്നീട് വീണ്ടും പ്രതിഷേധമുയരുകയും ഈ പ്രവർത്തകരോടൊക്കെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ പറയുകയും പിന്നീട് മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.